സൺസ്ക്രീൻ യൂസ് ചെയ്താൽ ക്യാൻസർ വരുമോ? നമ്മളിപ്പോൾ കുറേ കാണാറുണ്ട്, പല റീൽസിലും സൺസ്ക്രീൻ യൂസ് ചെയ്താൽ ക്യാൻസർ വരുമെന്നുള്ളതൊക്കെ. കുറേ ഇൻഫ്ലുവൻസേഴ്സ് അതിനെ സൺസ്ക്രീനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. എന്നാൽ മറ്റു ചിലർ ക്യാൻസർ വരുമെന്ന് പറയാറുണ്ട്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? സൺസ്ക്രീൻ നമുക്ക് രണ്ട് കാറ്റഗറിയിലേക്ക് മാറ്റാം. ഒന്ന് ഫാർമസി ഗ്രേഡ് സൺസ്ക്രീൻ, മറ്റൊന്ന് കോസ്മെറ്റിക് ഗ്രേഡ് സൺസ്ക്രീൻ. ഇത് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് കോസ്മെറ്റിക് ഗ്രേഡ് സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. അവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസും പാലിക്കാതെയാണ് ആയിരക്കണക്കിന് സൺസ്ക്രീൻസ് മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഫാർമസി ഗ്രേഡ് സൺസ്ക്രീൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിച്ചുകൊണ്ടാണ് എല്ലാ പ്രോഡക്ട്സും മാർക്കറ്റിൽ ഇറക്കുന്നത്. എപ്പോഴും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കി മാത്രം സൺസ്ക്രീൻ വാങ്ങുക. നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഉള്ളത് സേഫ് ആണോ എന്നുള്ളത് മാക്സിമം ഉറപ്പുവരുത്തുക. ഇനി ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങളുടെ സൺസ്ക്രീനിൽ ഉണ്ടാകാൻ പാടില്ലാത്തത് എന്നറിയാൻ വേണ്ടി സൺസ്ക്രീൻ എന്ന് കമന്റ് ചെയ്യുക. സൺസ്ക്രീൻ യൂസ് ചെയ്താൽ ക്യാൻസർ വരുമോ? നമ്മളിപ്പോൾ കുറേ കാണാറുണ്ട്, പല റീൽസിലും സൺസ്ക്രീൻ യൂസ് ചെയ്താൽ ക്യാൻസർ വരുമെന്നുള്ളതൊക്കെ. കുറേ ഇൻഫ്ലുവൻസേഴ്സ് അതിനെ സൺസ്ക്രീനെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. എന്നാൽ മറ്റു ചിലർ ക്യാൻസർ വരുമെന്ന് പറയാറുണ്ട്. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ? സൺസ്ക്രീൻ നമുക്ക് രണ്ട് കാറ്റഗറിയിലേക്ക് മാറ്റാം. ഒന്ന് ഫാർമസി ഗ്രേഡ് സൺസ്ക്രീൻ, മറ്റൊന്ന് കോസ്മെറ്റിക് ഗ്രേഡ് സൺസ്ക്രീൻ. ഇത് നമുക്ക് മാർക്കറ്റിൽ ഒരുപാട് കോസ്മെറ്റിക് ഗ്രേഡ് സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. അവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസും പാലിക്കാതെയാണ് ആയിരക്കണക്കിന് സൺസ്ക്രീൻസ് മാർക്കറ്റിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഫാർമസി ഗ്രേഡ് സൺസ്ക്രീൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് പാലിച്ചുകൊണ്ടാണ് എല്ലാ പ്രോഡക്ട്സും മാർക്കറ്റിൽ ഇറക്കുന്നത്. എപ്പോഴും ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കി മാത്രം സൺസ്ക്രീൻ വാങ്ങുക. നിങ്ങളുടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ ഉള്ളത് സേഫ് ആണോ എന്നുള്ളത് മാക്സിമം ഉറപ്പുവരുത്തുക. ഇനി ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങളുടെ സൺസ്ക്രീനിൽ ഉണ്ടാകാൻ പാടില്ലാത്തത് എന്നറിയാൻ വേണ്ടി സൺസ്ക്രീൻ എന്ന് കമന്റ് ചെയ്യുക.